എന്തുകൊണ്ടാണ് ഈ വരുന്ന 4ാം സെമസ്റ്റർ പരീക്ഷ ജൂൺ മാസം 10 മുതൽ നടക്കാൻ പോകുന്ന 4ാം സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കണമെന്ന് പറയാൻ കാരണം ഈ കമൻറ്റ് തന്നെയാണ്. യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ വന്നിട്ടില്ല എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്ത് ഇരുന്ന് 2 ഇയറായി. ഈ കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 2017 2018 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയാണ് ഇതിലത്തെ കമൻറ്റ് ചെയ്ത കുട്ടി. 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷനേ ഉള്ളൂ അവരുടെ മുമ്പിൽ. കാരണം അതിനു മുമ്പുള്ള റെഗുലർ സപ്ലിമെൻ്ററി ഈ പരീക്ഷകളെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിനുള്ള ലാസ്റ്റ് ചാൻസും കഴിഞ്ഞു. ഇനി ആകെയുള്ള മേഴ്സി ചാൻസ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനാണ്. അത് 2 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിട്ടില്ല. അതിനിടയിലേക്കാണ് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളും കൂടി വരാൻ പോകുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് എത്ര 3 വർഷം വിദ്യാർത്ഥികളുടെ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് 4ാം സെമസ്റ്റർ പരീക്ഷ മാത്രമാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ ഈ ജൂണിൽ വരുന്ന 4ാം സെമസ്റ്റർ പരീക്ഷ നിങ്ങളുടേതാക്കി മാറ്റിയിരിക്കണം. അല്ലെങ്കിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. റെഗുലർ ഇൻ്റർവെൽസ് വിളിക്കുന്ന ഒരു പരീക്ഷയല്ല 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ. പല മാനദണ്ഡങ്ങളും പലതരത്തിലുള്ള യോഗങ്ങളും കൂടിയിട്ട് തീരുമാനിക്കുന്ന ഒരു പരീക്ഷയായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് 4ാം സെമസ്റ്ററിൽ മാത്രമാണോ 2ാം സെമസ്റ്ററിൽ മാത്രമാണോ നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ ജൂണിൽ നടക്കുന്ന 4ാം സെമസ്റ്ററും അതിനുശേഷമുള്ള 2ാം സെമസ്റ്റർ പരീക്ഷകളും ജയിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഈ കമൻറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ച് വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരും. അവർ ഇപ്പോൾ അടുത്ത് വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഫർദർ സ്റ്റഡീസ്, നമ്മുടെ ജോലി ഒക്കെ അവതാളത്തിലാവും. നമ്മൾ ജയിച്ചാൽ മാത്രമാണ് നമുക്ക് ഫർദർ സ്റ്റഡീസിന് പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ജോലിക്ക് മറ്റു പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡിഗ്രി ഇൻകംപ്ലീറ്റഡ് വേർഷനായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇൻകംപ്ലീറ്റഡ് വേർഷൻ 2.0 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് നമുക്ക് നല്ല വിഷമം വരും. ആ വിഷമം ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.